സോ നിങ്ങളെല്ലാവരും തംബ്നെയിൽ കണ്ടുവന്നെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഹൗ ടു ഡേറ്റ് യുവർ സെൽഫ്. ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ പലരും പല രീതിയിലൊക്കെ ആയിരിക്കും കണക്ട് ചെയ്തെടുക്കുന്നത്. കള്ളമാരി എനിക്കറിയാം. സോ അതല്ല ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ DM-ലും യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലൊക്കെ കുറേ ആളുകളൊന്നും ചോദിക്കുന്നുണ്ട്, ചേട്ടാ ആരും സെറ്റ് ആവുന്നില്ല, എന്തെങ്കിലും റിലേഷൻഷിപ്പ് ടിപ്പ് ഉണ്ടോ? വേറൊന്നുമില്ല, നമ്മളെ തന്നെ ഹോൾഡ് ചെയ്യാൻ കേപ്പബിൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമുക്ക് സെറ്റ് ആവും. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു സംഭവമാണ് നമ്മളെ തന്നെ ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ വേറൊരു മെയിൻ പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ് ഇങ്ങനത്തെ ഒരു സെൽഫ് ഡേറ്റ് ഐഡിയ നമ്മളിലേക്ക് തന്നെ അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങണമെങ്കിൽ എയ്തർ ഒന്നെങ്കിൽ നമ്മൾ ഭയങ്കര ലോൺലി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു ബ്രേക്കപ്പായിട്ട് എങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ളത്. അതിവിടെ വരും, അത് നിങ്ങളൊന്ന് ജസ്റ്റ് കയറി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ധാരണ കിട്ടും എങ്ങനെയാണ് ഒരു ബ്രേക്കപ്പിനെ പറ്റി ഡീൽ ചെയ്യേണ്ടത്. എനിക്കാരുമില്ലേ, എന്നെ ആരും നോക്കുന്നില്ല, എനിക്കാരും സെറ്റ് ആവണില്ല എന്നൊക്കെ പറഞ്ഞ് ലോൺലിനെസ് അടിച്ച് അല്ലെങ്കിൽ ലോണായിട്ടിരിക്കണമെങ്കിൽ എത്രയും ബെറ്ററാണ് നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളെ തന്നെ അപ്ലിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നൊരു സംഭവം. ഓക്കെ, ലെറ്റ് മീ ബി സീരിയസ്. ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും മടിയുള്ള അല്ലെങ്കിൽ പലർക്കും ക്ലീശയായിട്ട് തോന്നുന്ന ഒറ്റയ്ക്ക് പോയിട്ട് ഫുഡ് അടിക്കൽ. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോവുക, ഒരു നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട്, എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയാനാണെങ്കിൽ എനിക്ക് ആൾക്കാർ ചുറ്റിനുള്ള സമയത്ത് ഒറ്റയ്ക്ക് പോയിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ചളുപ്പാണ്. എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ അയ്യോ ആൾക്കാരെ നോക്കുന്നുണ്ടാവോ, ആൾക്കാരെന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടാവോ. സത്യം പറഞ്ഞാൽ അത് അവരുടെ ബിസിനസ് നോക്കിയിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളോ അല്ലെങ്കിൽ ദുഃഖങ്ങളോ എന്തെങ്കിലുമൊക്കെ അവർ ചിന്തിച്ചിരിക്കുകയായിരിക്കും. നമ്മളാണ് അവർ പോലും കരുതാത്ത കാര്യം ചിന്തിച്ചിട്ട് കുറേ വറീഡാവുന്നത്. സോ ഒരു ഹോട്ടലിലേക്ക് ചെന്ന് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നിട്ട് ഒരു നല്ലൊരു ഫുഡ് ഓർഡർ ചെയ്ത് അവിടെ ആ ഒരു ആംബിയൻസ് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ കുറച്ചുകൂടെ ഒബ്സർവ് ചെയ്ത് നല്ല അറഞ്ചം പുറഞ്ചും ഫുഡ് അടിക്കുക. ആദ്യത്തെ ഒരു സംഭവം നമ്മളെ തന്നെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ തന്നെ കുറേ കൂടി മോട്ടിവേറ്റ് ചെയ്ത് മൂവ് ഓൺ എന്ന് പറഞ്ഞാൽ ലോൺലെസ്സിൽ നിന്ന് മൂവ് ഓൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഫസ്റ്റ് സംഭവം എനിക്ക് ഫീൽ ചെയ്യുന്ന അതാണ്. സോ എന്താണ് ശരിക്കും ഞാൻ ഈ ഡേറ്റ് യുവർ സെൽഫ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ വല്ലതും പറയണേ ഏച്ചു പോടാ ഡേറ്റ് യുവർ സെൽഫ്, അതൊക്കെ എങ്ങനെയാണ് ഒരു വേറൊരാൾ കണ്ട് നമ്മളെങ്ങനെയാണ് നമ്മൾ ഡേറ്റ് ചെയ്യുന്നത്? സോ ഞാൻ എന്താ ബേസിക്കലി ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറയാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അടിച്ച് ഗ്രാജുവലി നമുക്ക് മനസ്സിലാവും ഈ സംഭവം കൊള്ളാമല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആർക്കും കാശൊന്നും മുടക്കണ്ട. നമുക്കിപ്പോൾ ഒരു വേറൊരാളെ കമ്പാനിയനായിട്ട് കൊണ്ടുപോകുമ്പോഴത്തേനും അവരുടെ കാശ് നമ്മൾ എടുക്കണ്ട, നമുക്ക് നമ്മളുടെ കാര്യം തന്നെ നോക്കി നടക്കാം, നമുക്ക് നമ്മുടെ തന്നെ കാശ് എടുക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അടിച്ച് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും രണ്ടാമത് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഷോപ്പ് ചെയ്യുക എന്നുള്ളത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചും കുറേ ആളുകളെ സംബന്ധിച്ചും ഒറ്റയ്ക്ക് പോയി ഡ്രസ്സ് എടുക്കുക എന്നുള്ളൊരു സംഭവം വളരെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. സോ വേറൊരാളുടെ ഒപ്പീനിയൻ ചോദിക്കാതെ നമ്മൾ തന്നെ പോയി നമ്മൾക്ക് വേണ്ടി ഒരു ഡ്രസ്സ് എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ നമ്മളോട് തന്നെ, അതായത് നമ്മൾക്ക് പേടിയുള്ള അല്ലെങ്കിൽ ചെയ്യാൻ മടിയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ഫൈറ്റ് ചെയ്ത് കീഴടക്കുന്നൊരു ഫീൽ കിട്ടും. എനിക്ക് അങ്ങനെയാണ് പൊതുവെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായി, ഒറ്റയ്ക്ക് പോയി ഫുഡ് അടിക്കാനും ഒറ്റയ്ക്ക് പോയി ഡ്രസ്സ് അടിക്കാനും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ എന്ത് പഠിക്കണം? ട്രാവൽ ചെയ്യാൻ, നല്ലൊരു ജേണി പോകാൻ. അതിപ്പോൾ ചെറിയൊരു നടത്തം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന ആയിക്കോട്ടെ, നിങ്ങൾക്കത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ സ്ട്രോങ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ലാസ്റ്റ് പഞ്ചാബിലേക്കൊരു വിസിറ്റ് നടത്തിയായിരുന്നു. അപ്പം എൻ്റെ ഇപ്പോൾ ഉണ്ടായിരുന്ന ആൾക്ക് അയാളുടെ ലൈഫിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് സിറ്റുവേഷൻസിൽ കുറച്ച് ഡൗൺ ആയിരുന്നു. അപ്പം എൻ്റെ അടുത്ത് അധികം സംസാരിക്കാതെ വന്നപ്പം ഞാൻ പഞ്ചാബിൽ പോയതും തിരിച്ചു വന്നതും കൂടെ ഒരാളുണ്ടെങ്കിലും ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ഒരു പവർ. ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തു, പിന്നെ നിങ്ങളൊരു വാക്ക് പോയി, ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് സിനിമക്ക് പോകുക എന്നുള്ളതാണ്. അത് വേറൊരു പവറാണ്. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരായിട്ട് പോകുമ്പോഴത്തേനും വേറൊരു ഞാനും, ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേനും വേറൊരു ഞാൻ. ഇതിപ്പോൾ കേട്ട് കഴിയുമ്പോഴത്തേനും നിങ്ങൾ വിചാരിക്കും, അയ്യേ ഒറ്റയ്ക്ക് പോയി സിനിമക്ക് പോകണമെങ്കിൽ ഇവനെന്തിനീ കിടന്ന് തുള്ളണത്? പോയി നോക്കിയിട്ടുള്ളവർക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട്. കാരണം ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമല്ല. ഒറ്റയ്ക്ക് സിനിമക്ക് പോവുക, ഹോട്ടലിൽ പോയി ഫുഡ് അടിക്കുക, പിന്നെ ഒറ്റയ്ക്ക് ജേണി അല്ലെങ്കിൽ ഒരു ട്രാവൽ ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ കാര്യമാണ്. ഞാനിപ്പോൾ ആ ഒരു പോയിന്റിലാണ്, ലൈക്ക് ഹൗ ടു ഡേറ്റ് മൈ സെൽഫ് എന്നുള്ളൊരു സംഭവം. അപ്പോൾ നമ്മൾ സിനിമക്ക് പോയി കഴിയുമ്പോഴത്തേനും ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു ആങ്സൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നെർവസ് ആയിട്ടുള്ളൊരു ഫീൽ. ആങ്സൈറ്റിയിൽ കുറച്ചും കൂടി നെർവസ് ആയിരിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഇനി ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാർ ഞാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് ഇനി അവരെന്ത് വിചാരിക്കും, ഇവർക്ക് എന്തെങ്കിലും ലൈക്ക് തോന്നുന്നു അയ്യോ ഇവനെന്താ ഒറ്റയ്ക്കൊക്കെ സിനിമക്ക് വന്നത്, അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് തോട്ടിൽ ഞാൻ ആക്ച്വലി സ്റ്റക്കായിരുന്നു. പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി
അത് വേറൊരു വൈബാണ്. അതെനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ സിനിമക്കും കൂടി ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരും ആയിട്ടില്ല. കാരണം നിങ്ങളിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതും ഈ പറഞ്ഞ പോലെ വലിയൊരു സംഭവം തന്നെയല്ലേ. നമ്മൾ വേറെ പലർക്കും യൂഷ്വലി കുറേ ആളുകൾ ഗീവേഴ്സാണ്. അപ്പോൾ നമ്മളൊരിക്കലും, ഇപ്പം ഞാനും പൊതുവെ ഒരു ഗീവറാണ്. എനിക്കെപ്പോഴും ആൾക്കാർക്ക് സംഭവങ്ങൾ ഗിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്നെ ഹാപ്പി ആക്കുന്നൊരു സംഭവം. വേറെ ഒന്നുമല്ല, നമ്മൾ ഇൻഡയറക്റ്റായിട്ട് നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇത്രയും കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരാൾ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഹാപ്പി ആവില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നൊരു കൂട്ടത്തിലാണ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് അയാൾ തന്നെ വർക്ക് ചെയ്ത്, ഇപ്പോൾ ഓവർ ടൈം വർക്ക് ചെയ്താലും ബോണസ് കിട്ടുന്ന പൈസ വെച്ചിട്ടായാലും ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ നമ്മൾക്ക് വേണ്ടി തന്നെ കൊടുത്തു തുടങ്ങുമ്പോഴേക്കും അതും ഈ പറഞ്ഞ പോലെ വേറൊരു പവറാണ്, അതും പവർഫുള്ളാണ്. അപ്പോൾ ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു വാച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൊബൈലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ കൂടെ ആണെങ്കിലും ഇനിയും ടൈം വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. എസ്പെഷ്യലി നമ്മൾക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു ചെറിയൊരു വാച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവമാണെങ്കിൽ കുറേ കൂടി ലാസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഷൂവോ, ട്രക്കിങ്ങിന് പോകാനായിട്ടുള്ളൊരു ഷൂവോ, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വാങ്ങി കഴിയുമ്പോഴത്തേനും അതും അടിപൊളിയായിരിക്കും ഗൈസ്. ഇനി അടുത്ത് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കി ഒരു പീസ്ഫുൾ അല്ലെങ്കിൽ ഒരു കാമായിട്ടുള്ളൊരു ലൈഫൊക്കെ ലീഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിറ്റേഷൻ, പിന്നെ വർക്കൗട്ട്, എസ്പെഷ്യലി ഇൻ ദ ജിം. അതായത് മെഡിറ്റേഷന് അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ട്. ഞാൻ അധികം മെഡിറ്റേറ്റ് ചെയ്യില്ല, പക്ഷേ എനിക്ക് കുറച്ച് ബ്രീത്തിങ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ അറിയാം, എസ്പെഷ്യലി ആൻഷ്യസ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിലൊക്കെ. 2 ജിമ്മ്, അത് വേറൊരു ഫീൽ തന്നെയാണ്. കാരണം ഞാൻ ജിമ്മിൽ പോകാൻ മടിച്ചുകൊണ്ടിരുന്നത് ആരും കൂട്ടില്ലല്ലോ എന്ന് വിചാരിച്ചാണ്. എന്തിനു കൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വരാൻ മടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാളെ പോകാൻ മിസ്സാവും. അപ്പോൾ നമ്മളുടെ റൂട്ടീൻ മിസ്സായി പോകും. അതിനേലും നല്ലതാണ് ഒറ്റയ്ക്ക് പോകുന്നത്. എനിക്ക് ആദ്യം പോയി ജിമ്മിൽ, കാരണം ഞാൻ അങ്ങനെ ശാരീരികമായി അധ്വാനിക്കാത്ത ഒരാളാണ്. കണ്ടില്ലേ, ഇവിടെ പണിയെടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വേർക്കാൻ തുടങ്ങി. അപ്പോൾ ശാരീരികമായി അധ്വാനിക്കാത്ത ഒരാളായതുകൊണ്ട് ജിമ്മിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കര ചളുപ്പായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി നിന്നാൽ അവിടെ നിൽക്കത്തുള്ളൂ, പയ്യെ ചെയ്തു തുടങ്ങാം. ആഴ്ചയിൽ 2 ദിവസം പോയി തുടങ്ങി, പിന്നെ 3, 4, 5. ബോഡി അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടില്ലെങ്കിലും ജിമ്മിൽ പോകുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ഒരു എൻ്റെ ബോഡി ആയാലും മൈൻഡ് ആയാലും ഗ്രോത്ത് ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. കാരണം ഞാൻ ചെയ്യാത്തൊരു കാര്യം ഡെയിലി ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഒരു റൂട്ടീൻ സെറ്റാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിമ്മിൽ പോകുന്നതും മെഡിറ്റേറ്റ് ചെയ്യുന്നതും ഇതിലൊരു പോയിന്റായി കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ലൈഫ് കുറച്ചും കൂടെ നിങ്ങളുടെ കൈകളിൽ ഒതുങ്ങണം എന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഇതിൽ പറയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഭയങ്കരമായിട്ട് ലോൺനെസ്സും ഒരു എലോൺ ഫീലിങ്ങും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് സീക്കുക. അതായത് തെറാപ്പിസ്റ്റുകൾ ഇപ്പോൾ തന്നെ നമ്മളുടെ പലയിടത്തും ഓൺലൈനായും ഓഫ്ലൈനായും പല മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള, അതിൻ്റെ വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള കുറേ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടി ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒട്ടും ഓക്കെ ആവുന്നില്ലെങ്കിൽ, നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറൊരാളുടെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതിലും നാണമോ മാനക്കേടോ ഇതൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്തൊരാളെന്നുള്ള രീതിയിൽ എനിക്കത് വളരെ എന്നെ തന്നെ കുറേ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണിത് പറയുന്നത്. സോ എനിക്കിപ്പം പേഴ്സണലി പറയാനാണെങ്കിൽ എനിക്ക് അത്ര ലോൺലെസ്സോ അല്ലെങ്കിൽ എലോൺ ഫീലോ ഒന്നുമില്ല. കാരണം ഞാൻ കുറേ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. ഒന്നാമത്തെ വീഡിയോ ചെയ്യേണ്ട ഇതുണ്ട്, പിന്നെ അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ പുറകെ പോകും, പിന്നെ ഡാൻസ്, പാട്ട്, പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഔട്ടിങ്ങിന് പോകും. ഒബ്വിയസ്ലി നമ്മൾ ഒരു സോഷ്യൽ സർക്കിളിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഞാൻ കുറേയൊക്കെ ഓക്കെ ആവും. എൻ്റെ മോസ്റ്റ്ലി ആഴ്ചയിലൊരു 5 ദിവസമെങ്കിലും പ്രൊഡക്റ്റീവാണ്. അപ്പം ഐ എം ജസ്റ്റ് ഹാപ്പി, ഐ എം ജസ്റ്റ് പ്രൗഡ് ഓഫ് മൈ സെൽഫ്. അപ്പോൾ അത്രയൊക്കെയാണ് മെയിൻ പറയാനുള്ള കാര്യങ്ങൾ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ പോരായ്മ, നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് സംസാരിക്കാം. നമ്മൾക്ക് അവിടെ ഒരു ഡിസ്കഷൻ കൊണ്ടുവന്നാലോ അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ കുറേം കൂടി ഹാപ്പി ആവും ഗൈസ്. സോ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ. എല്ലാവരും ലോൺലി ആവാതിരിക്കുക.